ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നടക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ച പലതും നടക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ സന്തോഷം അത് വലുതാണ്. പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയാത്ത അത്രമാത്രം സന്തോഷമുണ്ടാകും. സക്രിയായുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എലിസബത്ത് ഗർഭിണിയാവുകയില്ല എന്ന് ഉറപ്പിച്ച ആളാണ് സക്രിയ. പക്ഷേ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് തനിക്കുള്ള അനുഭവം മനസ്സിൽ കല്ലാക്കി മാറ്റിയ തൻ്റെ വിചാരം ദൈവം തേൻ പോലെ മധുരമുള്ളതാക്കി തീർത്തു. ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് നാള് സക്രിയായും എലിസബത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ദൈവം അതിന് സമയമെടുത്തു. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലുണ്ട്. ദൈവം മറന്നിട്ടല്ല, പക്ഷേ ഉത്തരം നൽകുമ്പോൾ ആ സമയത്ത് മാത്രം സന്തോഷിക്കുവാൻ ആയിട്ടുള്ള ഉത്തരമല്ല ദൈവം നമുക്ക് തരിക. മറിച്ച് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഉത്തരമായിരിക്കും ദൈവം നമുക്ക് തരിക. അതിന് ചിലപ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കാം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഒരു കാര്യം മറക്കാതിരിക്കുക, ദൈവം തന്ന അനുഗ്രഹം മടിയില്ലാതെ പറയാനായിട്ട് പറ്റണം. എലിസബത്ത് 5 മാസത്തോളം ദൈവം എലിസബത്തിൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹമായ മകൻ്റെ ആ പിറവിയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. അതുപോലെ ആകാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ദൈവത്തോട് നന്ദി പറയാനായിട്ട് നോക്കുക. ദൈവം തന്ന അനുഗ്രഹം മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ട്. ദൈവം മറന്നിട്ടല്ല, പക്ഷേ നല്ലത് തരാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.